ഹലോ, ഞാൻ കുറേ നാളായി ബയോട്ടിൻ ലഡു ഉണ്ടാക്കണമെന്ന് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ മടിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അങ്ങനെ അറ്റ് ലാസ്റ്റ് ബയോട്ടിൻ ലഡു ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത്രയും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയാണ്. നല്ല എളുപ്പമാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ച് ഡേറ്റ്സൊക്കെ ഇട്ട് അടിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. ഞാൻ ഒരിക്കൽ ഉണ്ടാക്കി നോക്കി. അപ്പം എന്ത് വരെ അബദ്ധം കാണിച്ചു എന്ന് വെച്ചാൽ എല്ലാതും കുതിർത്തിട്ട് നട്ട്സും സാധനങ്ങളെല്ലാം കുതിർത്തിട്ട് അടിച്ച് ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതിങ്ങനെ കുഴന്നനെയായിപ്പോയി, കോരി കഴിക്കേണ്ട അവസ്ഥയായിപ്പോയി. ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചത് അങ്ങനെ ഞാനത് കുതിർത്തത് കുറച്ചിങ്ങനെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇങ്ങനെ ഡ്രൈ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പല ഡോക്ടേഴ്സും അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് ചെയ്യാൻ തന്നെയാണ് പറയണത്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാതും സെപ്പറേറ്റ് ഇങ്ങനെ വറുത്തു. അപ്പോൾ ഇതിനകത്തുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആൽമണ്ട് ഉണ്ട്. എല്ലാം നമുക്ക് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനിൽ എടുക്കാം, ഏകദേശം ഒരുപോലെ തന്നെ എടുക്കാം. ആൽമണ്ട് കുറച്ചുണ്ട്, അതൊന്ന് ഒന്ന് ചൂടാവുന്ന വരെ വേണ്ടു, വറവാവരുത്, അപ്പം അതിൻ്റെ ഗുണം കുറയും. പിന്നെ ഉള്ളത് കാഷ്യൂനട്ട് ഉണ്ട്. അപ്പോൾ ആൽമണ്ട് എടുക്കണം ഏകദേശം അത്ര അളവിൽ തന്നെ. പിന്നെ ഇതിട്ടു. പിന്നെ ആൽമണ്ട് ഞാൻ കമ്പാരിറ്റീവ്ലി ഇച്ചിരി കുറവെടുത്ത്, ഒരുപാട് എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആൽമണ്ട് നമ്മൾ കുതിർത്തിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആൽമണ്ട് ഞാൻ കമ്പാരിറ്റീവ്ലി കുറച്ചേ എടുത്തുള്ളൂ. പിന്നെ എടുത്തത് എന്താണെന്ന് വെച്ചാൽ വാൽനട്ട് എടുക്കാം. വാൽനട്ട് ഇപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നത് കുറച്ചിങ്ങനെ, അത് കുറേ നാളിരിക്കുമ്പോൾ വാൽനട്ട് നിങ്ങൾ വാങ്ങിയാൽ വേഗം കഴിക്കണം. കാര്യം അത് കുറച്ച് നാളിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതിനൊരു ഓയിൽ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ എണ്ണ കാറിച്ച് പോകാമെന്ന് പറയില്ലേ, അങ്ങനെ ഒരു ചീത്തയായ ഒരു ടൈപ്പ് സ്മെല്ല്, ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിട്ടില്ല. ആൽമണ്ട് നമുക്കിടാം, ആൽമണ്ട് ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ അതുപോലെ ഇതിട്ടു, നമ്മുടെ പിസ്ത ഇട്ടു. പിസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ളതാണ്. അപ്പം നമുക്കിപ്പോൾ ബോഡി ബിൽഡേഴ്സൊക്കെ നമ്മളിപ്പോൾ പ്രോട്ടീൻ അബ്സോർബ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രോട്ടീൻ അബ്സോർബ് ചെയ്യണതല്ല, നമ്മുടെ വൈറ്റമിൻ D3 പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യണമെങ്കിൽ മഗ്നീഷ്യം വേണമെന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പം മഗ്നീഷ്യത്തിനൊക്കെ നമുക്ക് ഇത് നല്ലതാണ്. പിസ്ത നല്ലതാണ്. പിന്നെ അതുപോലെ പിന്നെ ഇതിൽ ഞാൻ ചിയാ സീഡ്സ് ഇട്ടു. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നമില്ല കേട്ടോ. ചിയാ സീഡൊക്കെ വറുക്കാൻ പറ്റുമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ചൂടാക്കി ഫ്ലാക്സ് സീഡും ചൂടാക്കി, പിന്നെ അങ്ങനെ അതെല്ലാം കൂടെ ഇട്ടിട്ടാണ്. പിന്നെ നമ്മുടെ ഏറ്റവും മുടിക്കൊക്കെ മുടി വളരുന്നതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാവരും ഇത് കണ്ടിരിക്കണതല്ലേ. അപ്പോൾ മക്കൾക്കും എല്ലാവർക്കും കൊടുക്കാം. വയസ്സായവർക്ക് ഇത് കൊടുക്കണം എന്നാണ് ഞാൻ പറയുക. കാര്യം വയസ്സായവരുടെ ബോഡിയിൽ അബ്സോർപ്ഷൻ റേറ്റ് കുറവായതുകൊണ്ട് അപ്പോൾ അവരും ഇങ്ങനത്തെ ബയോട്ടിനുണ്ട് വീട്ടിൽ നമ്മൾ മൊത്തം ഫാമിലി ആയിട്ട് കഴിക്കുക. അതിങ്ങനെ ചെയ്തിട്ട് ഒരു ബൗളിലാക്കിയിട്ട് ഡൈനിങ് ടേബിളിലോ നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് വയ്ക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികളുണ്ട് വീട്ടിൽ, മധുരം ഇഷ്ടമുള്ളവരാകുമ്പോൾ വേഗം എടുത്ത് തിന്ന് തീർക്കും. അങ്ങനെ ഒരുപാട് നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല ഒരു ദിവസം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒരു 2 ബൗൾ, വലിയവരാകുമ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 ബൗൾ വെച്ചിട്ട് നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റും. പിന്നെ അതിനകത്തുള്ളത് ഇത്രയും സാധനങ്ങളിട്ട് നല്ലോണം അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചൂടാക്കിയിട്ട്, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇടാം. കപ്പലണ്ടി ഉണ്ടല്ലോ, നമ്മുടെ നിലക്കടല, അത് ഇടാം. എനിക്ക് കപ്പലണ്ടി ചെറിയൊരു പ്രോട്ടീൻ, ചില ടൈപ്പ് ഓഫ് പ്രോട്ടീൻ നമുക്ക് ഇത്തിരി ഒരു ഗ്യാസ്ട്രിക് ഉണ്ട്. അപ്പോൾ എനിക്ക് അത് ഇത്തിരി ഗ്യാസ്ട്രിക് ഉള്ളതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തില്ല. അങ്ങനെ അതെല്ലാം ഇട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ചാൽ വറുത്തത് പൊടിച്ച് സെപ്പറേറ്റ് ആക്കി വെച്ചു. അപ്പോൾ ഈ ബൗളിലാണ് ഇങ്ങനെ കണ്ടോ, സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ കുറേശ്ശെ എടുത്തിട്ടാണ് ഞാൻ ഉണ്ടയാക്കണുള്ളൂ. അപ്പോൾ അതങ്ങനെ ആക്കി വെച്ചിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അന്ന് പറ്റിയ അബദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സിനെ ഡേറ്റ്സിനെ ഡ്രൈയോടെ തന്നെ വെറുതെ ഒന്ന് വാഷ് ചെയ്തിട്ട്, അത് പൊളിക്കണേലും മുന്നേ വാഷ് ചെയ്യാം. എന്നിട്ട് നല്ലോണം വാഷ് ചെയ്തിട്ട് ഒന്ന് തുണി കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വയ്ക്കുക, അത് നല്ലോണം പിച്ചി ചീന്തി ഇങ്ങനെ ഇടുക. അപ്പോഴും ഞാൻ വിചാരിച്ച ഡേറ്റ്സ് എല്ലാം ഒട്ടിപ്പിടിക്കുന്നതാണ്. നല്ല സുഖമായിട്ട് നോക്കി പൊടിയായിട്ട് കിട്ടി. ഇപ്പോൾ ഇത് ഇത്തിരി കട്ട് ചെയ്തെന്നാണ് ഞാൻ കൂടുതൽ ഡേറ്റ്സ് ഇട്ട്. നമ്മളിപ്പോൾ മധുരം കുറവുള്ള രീതിയിൽ കുറച്ച് ഡേറ്റ്സ് ഇടുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പൊടിച്ച നല്ല പൊടിയായിട്ട് തന്നെ കിട്ടി, സുഖമാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ഉണ്ടല്ലോ,
ഖാദീര പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തോ അത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഖാദീര നമ്മൾ കരിപ്പെട്ടിയാണ് വാങ്ങിക്കാറ്. അപ്പോൾ കരിപ്പെട്ടിയിൽ അറിയാലോ അയൺ റിച്ച് ആണ്. അപ്പോൾ കുറച്ച് അയൺ കിട്ടാൻ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് സാധനത്തിന് വിട്ടുപോയി, എള്ളുണ്ടല്ലോ, നമ്മുടെ എള്ള് കറുത്ത എള്ള് നല്ലത് പാലക്കാട് നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്തുനിന്ന്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഡ്രൈ ചെയ്ത് അതും കൂടെ ഇതിനകത്തുണ്ട് കേട്ടോ. അത് വളരെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ പ്രത്യേകിച്ചും ലേഡീസ് ഡെയിലി എള്ള് കഴിക്കണം എന്നാണ് പറയുക. അത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല, അത്രയധികം ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ എള്ളും ഉണ്ട്. അപ്പോൾ എള്ളും കൂടെ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സക്സസ്ഫുള്ളി ബയോട്ടിനുണ്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുക. നമുക്ക് ഹെൽത്ത് ഇല്ലാണ്ട് വേറെ ഒന്നുമില്ല അല്ലേ. എന്തൊക്കെ പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ഹെൽത്തി അല്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ബയോട്ടിൻ ഉണ്ടാക്കുക, എന്നിട്ട് കഴിക്കാൻ ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് കൊടുക്കുക. ഒരു 1 വീക്ക് അടുപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 2 ഡേയ്സൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ഒരു 3 ഡേയ്സൊക്കെ ബ്രേക്ക് കൊടുത്ത് വീണ്ടും അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അതൊരു നമ്മുടെ ഒരു റുട്ടീൻ്റെ ഭാഗമാക്കി മാറ്റുക. അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ഇടണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.